അപ്പോൾ ഇന്നിവിടെ രാവിലെ നേരമായിട്ടാ എനിക്കവിടെ പുറത്ത് നമ്മുടെ തോട്ടത്തിൽ പണികളുണ്ട്. നമ്മുടെ ആസ്പിൻ കുട്ടനും രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചിമ്പു ചിമ്പുട്ടിൻ്റെ ഉറക്കം കഴിഞ്ഞാ? ചിമ്പുൻ്റെ ഉറക്കം കഴിഞ്ഞാ? ചിമ്പു എപ്പോൾ കണ്ടാലും കണ്ണടച്ച് കാണിക്കും. പൂച്ചകളെ കണ്ണടച്ച് കാണിക്കുന്നത് സ്നേഹം കാണിക്കുന്നതാന്ന് പറയാം. ചിമ്പുവിന് എപ്പോഴും ഉണ്ട് കേട്ടോ. എപ്പോൾ നോക്കിയാലും ചിമ്പു കണ്ണടയ്ക്കും. ഇതാ ചെറുക്കൻ കേട്ടുപോയി ഇരുന്നില്ലേ? ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റേക്കെന്താ? ചിമ്പുവിനെ കാണാണ്ട് ഇപ്പോൾ കോഴികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ചിമ്പു ഇവിടെ ഒന്നും നീങ്ങില്ലല്ലോ. ഇങ്ങനെയുണ്ടാ? ഇന്നലെ ഞാൻ വൈകിട്ട് അയച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. എന്നിട്ട് ചിമ്പു എന്ത് തിരക്ക് പിടിക്കാറുണ്ടെന്നറിയാം. കാരണം ചിമ്പുവിന് ഇവർ അയച്ചിട്ടാൽ മാത്രമേ ചിമ്പുവിന് ഇവരുടെ കൂടെ അങ്ങോട്ടേക്ക് പുല്ലിലേക്ക് പോകാൻ ഇഷ്ടമുള്ളൂ. ഇന്നലെ ഞാൻ അയച്ചിട്ട് വഴിക്ക് തന്നെ ഇവരുടെ പിന്നാലെ ഓടുന്നത് കാണായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഗ്രീൻ ഹൗസിലെ ചീരയൊക്കെ നോക്കിക്കേ. ചീരയൊക്കെ നല്ല ചൂട് വന്നപ്പോഴുണ്ടല്ലോ നന്നായിട്ട് തിളച്ച് വളരുന്നുണ്ട്. ഇത് അവിടെ അത് നമ്മുടെ ഇതാട്ടാ നമ്മുടെ സാലഡിലേക്ക് ഇടുന്ന നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, കുക്കുംബർ അത് നന്നായിട്ട് പടർന്ന് കയറുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനതിന് ഒരു കുറ്റിയൊക്കെ അടിച്ച് കയറ് ഇവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നു, ഒക്കെ ഇട്ട് കൊടുത്തതായിരുന്നു. നടുക്കൊരു തോട്ടമുണ്ട്, അവിടെ ഞാൻ ഈ വേറെ നമ്മുടെ കണിവെള്ളരിക്കയുടെ വിത്ത് ഭാവിയുണ്ടെന്നുണ്ട്, അത് മുളച്ചിട്ടുണ്ട്, അത് പറിച്ച് നടണം. ചീര ഇന്നലെ വൈകിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വൈകിട്ട് ഞാൻ ചീര എടുത്തത് രാത്രി എപ്പോഴും എടുക്കുക എല്ലാ ദിവസവും. പണിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഞാൻ ചീര എടുത്തിട്ട് എന്നിട്ട് അപ്പം തന്നെ കട്ട് ചെയ്ത്, പിന്നെ ചീര വേവാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ. ഇന്നലെ ഞാൻ ചീരയിൽ മുട്ടയും കൂടി ഇട്ടിട്ട് ചിക്കി ഇങ്ങനെ എടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ്, അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ട് എടുക്കും. പിന്നെ ഫ്രഷ് ആയിട്ടാണ് പറിച്ചിട്ട് എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയുന്നുണ്ടല്ലോ, നല്ല രുചിയാണ്. കാരണം വാടിയുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക ദിവസം വന്നിട്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ചീര എടുക്കും. അതായത് നമ്മൾ പൂവുണ്ടായിരിക്കണമെങ്കിൽ കുക്കുമ്പർ പെട്ടെന്ന് വലുതാവട്ടെ. പക്ഷേ കുക്കുമ്പർ അധികം സമയം നിൽക്കില്ല. അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുക്കുമ്പർ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇനി കുക്കുമ്പറിൻ്റെ താഴെ ഞാൻ ആ തോട്ടത്തിലും കുറച്ച് നമ്മുടെ കണിവെള്ളരിക്ക നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ കുക്കുമ്പർ പോകുമ്പോഴേക്കും കണിവെള്ളരിക്കാണ്ട് കയറി വന്നോളൂല്ലോ. ഇതിനകത്ത് ഒരു വളം ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ. ഇതിനകത്തൊക്കെ നമ്മുടെ കോഴിക്കൂടൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ വേസ്റ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മൾ അന്ന് കഴിഞ്ഞ വർഷം മൊത്തം ഈ ചവറെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നേ. അതെ, ഒരു തോട്ടം ഇവിടെ കിടക്കണ്ട, ഇതിനകത്ത് ഒന്നും നട്ടിട്ടില്ല. ഒരു പാവലുണ്ടായി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ വിത്തങ്ങാണ്ട് വീണ് കിടന്നിട്ടുണ്ടായതാ. ഇതിനകത്ത് ഞാൻ നമ്മുടെ കണിവെള്ളരിക്ക നടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അത് ഫുള്ള് കമ്പോസ്റ്റാ. ഈ ചട്ടിയിലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ചേന ഉണ്ടായത്. പക്ഷെ ചേനയൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ, ചേനയ്ക്ക് പോയി. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ചേന ഇല്ല താനും. പിന്നെ അതെ ഇവിടെ മുളക് നോക്കിക്കേ, മുളക് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. മുളക് പറിക്കാറുമായിട്ടുണ്ട്, നന്നായിട്ട് പൂവിട്ടുണ്ട്. എന്തോരം പൂവിട്ടാണ് നോക്കിയേ. പക്ഷെ നാട്ടിലായിരുന്നാലും മുളക് നന്നായിട്ട് ഉണ്ടാവണുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അവിടെ പോത്തിശ്ശേരിയിൽ മമ്മിയുടെ അടുത്ത് നന്നായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മുളക് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ മുളകുമ്പോൾ നന്നായിട്ട് എല്ലാവരും വീടുകളിൽ മുളക് വേണ്ടത് ഉണ്ടാവണുണ്ടെന്ന് തോന്നുന്നു. ഇനി പറഞ്ഞാൽ ഒരുപാട് പൂവിട്ടുണ്ട്. നമ്മുടെ വെള്ളപ്പൂവ് വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഫുള്ള് വിരിയുമ്പോൾ കാണിക്കാം.
ഇവിടെ വേറൊരു ചെടി നല്ല ഭംഗിയുള്ളൊരു പൂ ഉണ്ടായി നോക്കിയിട്ട് വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അത് ഇത് നമ്മുടെ ഈ ഹൈഡ്രാഞ്ചിയിലൊക്കെ പെടുന്ന പോലത്തെ ഒരു ചെടി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട്. അത് വിരിയാനുണ്ട്. എല്ലാത്തിനും നിറച്ച് മുട്ട ഇട്ടിട്ടുണ്ട്, പക്ഷെ വിരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ ഇത് വേറൊരു ഹൈഡ്രാഞ്ചി കേട്ടോ. പൂവൊക്കെ വിരിഞ്ഞ് വരണുള്ളൂ. ഇത് വേറൊരു ടൈപ്പ് പൂവാട്ടോ. അതും വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇവിടെ പിന്നെ വേറെ നമ്മൾ ഇതൊക്കെ കുറച്ച് ഹെർബ്സൊക്കെ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളതിന് ഇതിന് മുമ്പൊക്കെ നമ്മൾ കാണിച്ചേക്കുന്നുണ്ട്. പയർ ഈ വർഷം ഞാൻ ഇവിടെ അതിനകത്ത് കുറച്ചൊന്ന് നട്ട് നോക്കിയതാണ്. മെയിനായിട്ടുള്ള തോട്ടത്തിൽ നമ്മൾ വേറെ കുറേ നട്ടിട്ടുണ്ട്. കളിയൊക്കെ ഇതേ വലുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നേരാട്ടോ. അപ്പോൾ ഇവിടെ സമയം 6:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കിളികളുടെയൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല സൈലൻ്റായിട്ടാണ് ഇരിക്കണേ. ഞാനിവിടെ പുറത്ത് അവിടെ തോട്ടത്തിലേക്ക് കുറേ പണികളുണ്ട്. അപ്പോൾ പണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പണിക്ക് പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സൺഫ്ലവറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ എന്താ വലുതായി വരുന്നുണ്ട്. കുറേയൊക്കെ പോയി. നമ്മുടെ ഈ താറാവുകളൊക്കെ മാന്തി കളഞ്ഞു. ഇതാണ് ഒരെണ്ണമാണ് ഇതിപ്പോൾ പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല വലിയ മുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി. ഇത് നമ്മുടെ ഡാലിയ തോട്ടം കേട്ടോ. അതിൻ്റെ ഇവിടെ നിന്ന് ഞാൻ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് ഷീറ്റില്ല. പിന്നെ നമ്മൾ ഈ ചെടികളൊക്കെ നട്ടേക്കണതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെയും പുല്ലുകൾ മുളച്ച് വരുന്നുണ്ട്. ഇവിടെ നിറച്ചും പുല്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ച് കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ടൊക്കെ പറിച്ച് നടാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ പറിച്ചൊക്കെ നട്ട് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഡാലിയേമ്മ ചില ഡാലിയേമ്മ പൂവിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഇത് ഞാൻ സീഡ്സ് വാങ്ങിച്ച് നട്ടതാട്ടോ. അതിവിടെ കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുല്ല് പറയായിരുന്നു ഇന്നത്തെ പരിപാടി. പുല്ല് പറിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട പുല്ലുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയുടെ അടുത്ത് ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ തോട്ടത്തിൻ്റെ ഒരു പകുതിയുടെ അടുത്ത് പുല്ല് ഞാനിപ്പോൾ പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ബാക്കിലേക്ക് പറിക്കാനുണ്ട്. ഇനി അടുത്ത ദിവസം പറിക്കാമെന്ന് വിചാരിച്ചു. പൂവൊക്കെ ഇപ്പോൾ രാവിലെ നേരെ ചെയ്തുകൊണ്ട് എല്ലാവരും ചുരുങ്ങി നിൽക്കുക. ഇനി ഒന്ന് വെയിൽ വരുമ്പോഴേ എല്ലാവരും ഒന്ന് വിരിഞ്ഞ് വരുള്ളൂ. പിന്നെ പൂവൊന്നും വിരിഞ്ഞാൻ തുടങ്ങിയിട്ടില്ല. പൂ ഫുള്ള് വിരിഞ്ഞ് കഴിയുമ്പോഴാണല്ലോ കാണാൻ വേണ്ടിയിട്ട് ഭംഗി. ഇപ്രാവശ്യം നമ്മൾ സീനിയൊക്കെ കുറേ നട്ടിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ഡാലിയമ്മ ഇവിടെ പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡാലിയമ്മയ്ക്കും മുട്ട ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നിറച്ചും പൂ വിരിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പ്രാവശ്യം ഞാൻ സീനിയുടെ വിത്ത് നട്ടത് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയുള്ള പൂവായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാവരും കനം കുറഞ്ഞ പൂവായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. 2-3 ട്രിപ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പൂ വിരിഞ്ഞതൊക്കെ ഇപ്പോൾ ഇതേപോലത്തെ കനം കുറഞ്ഞ പൂവാണ് വന്നേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അമ്മയ്ക്ക് ഇതേ മുട്ടിട്ട് വരുന്നുണ്ട്. അതൊക്കെ നല്ല കനമുള്ള പൂവായിരിക്കും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എന്നിട്ട് കടയിൽ പോയപ്പോൾ ഈ പൂ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് കണ്ടമാനം നല്ല തിക്കായിട്ടുള്ള സീനിയ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ ഞാൻ കടയിൽ പോയിട്ട് വേറെ നല്ല തിക്കായിട്ടുള്ള സീനിയയുടെ വിത്ത് വാങ്ങിച്ചിട്ട് ഞാൻ പാവിയിട്ടുണ്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് പറിച്ച് നടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറിച്ച് നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഓഗസ്റ്റ് അവസാനത്തോട് കൂടിയിട്ട് നമ്മുടെ പൂവെല്ലാം ഉണ്ടായി കഴിയണം. കാരണം സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് നല്ല തണുപ്പ് തുടങ്ങും. സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് നമ്മുടെ എല്ലാവരും പോവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ വിത്തുകളൊക്കെ പാവി എല്ലാവരും മുളപ്പിച്ച് പൂവുണ്ടായി നമുക്ക് കാണണം. സിനിയ കുറേ നട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാവരും ഇതേപോലത്തെ ആവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്.
ഇപ്പോൾ ഉണ്ടായി വന്ന കഴിയുമ്പോൾ പൂവൊക്കെ ഇതേപോലത്തെ പൂവാണ്, ചെറിയ ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. അത് എന്താ അങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞാൻ അത്രയ്ക്ക് ഞാൻ നോക്കിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്ത് പറ്റിയെന്നുള്ളത് അറിഞ്ഞൂടാ. അവിടെയും പൂ വിരിഞ്ഞിരിക്കണുണ്ടല്ലേ, അതും ഇങ്ങനെ ചെറിയ പൂവാണ്, ഒറ്റ ലെയറുള്ളൂ. അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അത്ര ഭംഗിയില്ല. കഴിഞ്ഞ വർഷം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അതാണ് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ നല്ല കട്ടിപ്പൂവാണ് വാങ്ങിച്ചേക്കുന്നത്. എന്തായിരുന്നാലും അതുമ്പോൾ ഈ വർഷം ഞാൻ പൂ ഉണ്ടാക്കിക്കും. ഇനി അങ്ങോട്ടേക്ക് ഇനി പുല്ല് പറിക്കാനുണ്ട്, ഇനിയിപ്പോൾ പിന്നെ പറിക്കണം. ഇതൊരു സീനിയ പൂവാണ്, ഇതിന് കുറച്ചും കൂടി കട്ടിയുണ്ട് കേട്ടോ. ഇതൊരു 3 ലെയർ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ 5-6 ലെയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ പയറും തോട്ടത്തിലും കുറച്ച് പുല്ലുകളൊക്കെ പറിക്കാനുണ്ടായിരുന്നു. ഷീറ്റ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഈ പയറിൻ്റെ അതിൻ്റെ ആ കടയുടെ അവിടെ നിന്ന് പുല്ലുകൾ മുളച്ച് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറിച്ച് ഈ തോട്ടം ഞാനിന്ന് രാവിലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഞാൻ മിക്കവാറും ഇതിന് പന്തലിടും. കാരണം ഒരു കോലെങ്കിലും ഇതിന് കുത്തി കൊടുക്കണം. മുകളിൽ ഇതിന് പന്തലുണ്ട്, പക്ഷേ അടിയിൽ നിന്ന് കോല് കുത്തി കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ, തുറക്കട്ടെ. അവിടെ വേറെ നമ്മുടെ ഒരു വാളപ്പയർന്ന് പറഞ്ഞിട്ടൊരു പയറുണ്ടല്ലോ, ആ പയർ ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് നടുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളങ്ങനെ ആരും ആ പയർ നട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതുമ്പോൾ നോക്കിക്കേ പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. അതെ ഈ പയർ, അതെ ഇത് നോക്കിക്കേ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയർ. പക്ഷേ ഇത് വലുതായി, ഇത് നോക്കിയത് പറഞ്ഞാൽ വലുതായിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഇതാ വലുതായി വരുന്നുള്ളൂ. അത്യം പറഞ്ഞത് കാണുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പോർച്ചുഗലിലൊന്നും ഞാൻ ഈ പയർ നട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് എനിക്ക് എൻ്റെ അടുത്ത് എത്ര കടയുണ്ട്, ഇത് ഇവിടെ 5-6 കടകളുണ്ട്. ഇത് 2, 4, 6, 7 കടയാണ് എനിക്കുള്ളത്. എന്തായിരുന്നാലും അടുത്ത വർഷം ഇതിൻ്റെ വിത്തുകൾ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതുമൊക്കെ ഉണ്ടായി ഒന്നും പൂവിട്ടിട്ടില്ല കേട്ടോ. ഇതുമ്പോൾ പൂവിട്ടിട്ടുണ്ട്, ഇതുമേ ആ പയറുണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കറിക്കുള്ള പയർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല, ഇപ്പം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് പൂവൊക്കെ ഉണ്ടായി 5-6 മാത്രമായിട്ട് ഞങ്ങൾക്ക് വലുതായിട്ടുണ്ട്, അവിടെയൊക്കെ വലുതായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറുകളൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ പന്തൽ കിട്ടണം. പന്തലല്ല, ഒരു കോല് കുത്തി ആ പയറിന് പൂവൊക്കെ ഇട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവും. ഈ തോട്ടത്തിൽ നിറച്ച് നമ്മൾ പയർ തന്നെ നട്ടേക്കുന്നുണ്ട്, എല്ലായിടത്തും പയറാണ് നട്ടേക്കുന്നത്. എല്ലായിടത്തും നട്ടിട്ടുണ്ട്, പക്ഷേ എല്ലാവരും പൊന്തി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണ പോലെ തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ വേറെ ഒരു തോട്ടം കൂടിയിട്ട് ഇപ്രാവശ്യം ഞാൻ പയറിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ സൈഡിലെ തോട്ടം ഇതിനകത്ത് നിറച്ച് പുല്ലാണ്. ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലത്തെ പുല്ലുകൾ പറിച്ച് കഴിക്കണം. ഇതിൻ്റെ ഉള്ളിൽ തക്കാളിയാണ് ഇത് മുഴുവനും. ശേഷം അതിൻ്റെ വടവിലൊക്കെ പുല്ല് കയറിയിട്ടുണ്ട്. തക്കാളിമൊക്കെ നിറച്ചും പൂവിട്ടിട്ടുണ്ട്. തക്കാളി കുഞ്ഞു തക്കാളി ഇത് എനിക്കത് ചെറിയ ടൊമാറ്റോയ്ക്കാണ് തോന്നുന്നു, അതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബ്ലൂബെറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് കുഞ്ഞാണ് കണ്ടില്ലേ. അതെന്തോ ഇവിടെ വെച്ചിട്ട് എനിക്ക് വേണ്ടത് ഇവിടെ ഒരെണ്ണമുള്ളാനെന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടാവണില്ല. അതിപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് 5 വർഷമൊക്കെ ആയിട്ട്. പിന്നെ അത് നമ്മുടെ ഇതാട്ടാ വഴുതനങ്ങ, നമ്മുടെ നാട്ടിലെ മാലാക വഴുതനങ്ങ ഉണ്ടല്ലോ, വെള്ള കളറുള്ള വഴുതനങ്ങ. ആ വഴുതനങ്ങയാണത്. അത് നല്ല ഭംഗിയിൽ ആർത്ത് പിടിച്ച് നന്നായിട്ട് വരുന്നുണ്ട്. അതും ഞാൻ ഈ വർഷം ആദ്യമായിട്ട് നടന്നു കേട്ടോ. പിന്നെ ഇവിടെയും തക്കാളി ഉണ്ട്. ഇവിടെയും നമ്മൾ പയർ നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കോഴിക്കാട്ടൊക്കെ നന്നായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പയർ നോക്കിക്കേ, നല്ല എന്ത് നന്നായിട്ട് അതിൻ്റെ ഇത് വന്നേക്കണമെന്ന് നോക്കിയാലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ നമ്മൾ പയർ നടാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇത് കുറ്റിപ്പയറാട്ടോ. അപ്പോൾ കുറച്ച് കുറ്റിപ്പയർ ഞാൻ കൊടുത്തിട്ട് ഇവിടെ നട്ടതാണ്. ഇതിനകത്തും പുല്ലൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ പറിച്ചതാണ് ഇതിനകത്ത് പുല്ലൊക്കെ. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമതും പുല്ല് പൊന്തിയേക്കുന്നുണ്ടെങ്കിൽ കാണുന്നത്. ഇനി പുല്ലെല്ലാവരും പറിച്ച് ഈ നന്നാക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ അകത്തേക്ക് പോവാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ 3-4 കഴിഞ്ഞ ആഴ്ചയ്ക്ക് നല്ല ചൂട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുല്ലിൻ്റെ പച്ചപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ടായിരുന്നാലും ചില സ്ഥലത്തേക്ക് വെള്ളം കൂടെ എത്തണില്ലാന്ന് തോന്നണം. പക്ഷേ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ഇതിന് വരുമെന്ന് പറഞ്ഞില്ല, ഇന്ന് പവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർ ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് എത്തും. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അകത്തേക്ക് പോവാണ്. ഇനി പണികൾ വൈകുന്നേരത്തെ പണികളാണ് ഇനി. നിങ്ങൾ ആരൊക്കെയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്തിരീനെ അടുത്ത് ക്ലോസപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മുന്തിരി അടുത്ത് ക്ലോസപ്പ് കാണിക്കുന്നത്. ഇതിനൊരു കേട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ
എന്തോരം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. കുറേ ഉണ്ടായിട്ടുണ്ട്, കൊല കുത്തി ഉണ്ടായി കിടക്കുന്നുണ്ട് കുറേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീടും പിന്നെ നമ്മുടെ അവിടെ സിമെൻറ്റ് ഇട്ടോടത്തൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ കാണിക്കുക. ഇവിടെ ഈ ജനലിലേക്ക് നോക്കിക്കേ, അവർ നിറച്ചിങ്ങനെ എന്തോ ഒരു സോപ്പ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനൽ മാത്രമല്ല കേട്ടോ, വീട് മൊത്തം അവർ കഴുകും. ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇത് അവരൊരു ബ്രഷ് വെച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട് ഈ ഗ്ലാസ്സുകളൊക്കെ. ഞാനോട് പുറത്തേക്ക് പോയിട്ടില്ല. പുറത്തേക്ക് പോയാലേ നമുക്ക് പുറത്തു നിന്നുള്ളത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ വിൻഡോമൊക്കെ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട് കണ്ട്. ഈ വിൻഡോമയ്ക്ക് ഇവിടെ എപ്പോഴും ഈ ഇലകൾ പോയിട്ട് പുതിയ ഇലകൾ എല്ലാ വർഷവും വരുമല്ലോ. അപ്പോൾ ഈ ഇലയുടെ ഈ പൂമ്പൊടിയൊക്കെ ഉണ്ടാവില്ല, അത് നന്നായിട്ട് വിൻഡോമയ്ക്ക് വന്നിട്ട് പിടിച്ചിരിക്കും. ഇത് അന്ന് അവിടെ നിന്ന് ഭയങ്കര കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മരങ്ങൾ വീണിട്ടുണ്ടായിരുന്നില്ലേ. അവിടെ വലിയൊരു മരം ഒന്ന് വീണിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലവിടെ നിൽക്കുന്ന ആ മരങ്ങളൊക്കെ അവർ
ഈ മരം വെട്ടുന്നുണ്ട്. പിന്നെ വേറെ കുറേ മരത്തിൻ്റെ ഇലകളൊക്കെ അവർ, അല്ല ഇലകളല്ല, കൊമ്പുകളൊക്കെ അവർ വെട്ടി മാറ്റി. ഈ മരം അവർ ഫുള്ളായിട്ട് വെട്ടാം. അതിൻ്റെ അപ്പുറത്ത് വേറൊരു മരം നിന്നിരുന്നു, ആ മരമാണ് വീണത്. ഹസ്ബൻഡ് പുറത്ത് പോകണ്ടേ, ഹസ്ബൻഡ് അവിടെ പുറത്ത് മരം വെട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ട്. ഹസ്ബൻഡ് സൗണ്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വാതിൽ തുറന്നിട്ടുണ്ട്. ഹസ്ബൻഡ് പുറത്തേക്ക് പോകണില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ അകത്തിരിക്കുന്ന ആളെന്നിട്ടാണ്. ഹസ്ബൻഡ് എപ്പോഴും പുറത്തേക്ക് പോകണം. പക്ഷേ മരം വെട്ടണുണ്ടെന്ന് ഹസ്ബൻഡ് മനസ്സിലായി. അതുകൊണ്ട് ഹസ്ബൻഡ് പോണില്ല. അല്ലെങ്കിൽ ഇപ്പം എന്നെ കൊണ്ട് വേഗം അതിൻ്റെ അടുത്തേക്ക് ഓടിയാണ്. ഹസ്ബൻഡ് പോകണ്ട, തുറന്നിട്ടാലും പോയില്ല എന്ന് പറയുന്നത്. ഹസ്ബൻഡ് പക്ഷെ പുറത്തേക്ക് പോകണില്ലേ? ആ ചിമ്പു അവിടെ ഉണ്ട്. ചിമ്പുവിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടിയില്ല. ഇടി വെട്ടിയാലൊന്നും പേടിയില്ല, മരം വെട്ടിയാലും പേടിയില്ല, അവന് ഒരു പേടിയില്ല. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടന് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട അപ്പം പേടിയാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല ജീവനുണ്ടെങ്കിൽ. ഹസ്ബൻഡ് വാ, പുറത്തേക്ക് പോയിട്ട് വരാവാ. അവിടെ മരം വെട്ടുന്ന ആൾക്കാർ അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ ഭയങ്കര സൗണ്ടായിരുന്നു. രണ്ടു മൂന്ന് മരം വെട്ടി അവിടെ നിന്ന്. അന്ന് കാറ്റ് വന്നപ്പോൾ വലിയ മരങ്ങളൊക്കെ വീണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടൻ അവിടെ നിന്ന് ഓടി വരും കേട്ടോ. വരുന്നുണ്ട് കേട്ടോ ചിമ്പു. ചിമ്പു വന്ന് നോക്കിക്ക്. ചിമ്പു ഭയങ്കര രസമാണ്. ചിമ്പു ഇവരെ അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചിമ്പു ഇറങ്ങുള്ളൂന്ന്. ഇവരുടെ കൂടെ കിടന്നിട്ട് ചിമ്പു കിടന്നിട്ട് കളിക്കും. മറ്റേതിൻ്റെ കാലിന് നോക്കി. ഇന്ന് ചില ദിവസങ്ങളിൽ അതിന് തൊങ്ങൽ കൂടുതലുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇത്രയ്ക്ക് തൊങ്ങലുണ്ടായിരുന്നില്ലല്ലോ. ഇന്നിപ്പോൾ തൊങ്ങൽ കുറച്ച് കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചിമ്പു എത്ര നേരം വൈകിയാലും ഇവരെന്നെ തുറന്നു വിടുന്നത് നോക്കിയിരിക്കും. ഇവരെ തുറന്നിട്ടാൽ മാത്രമേ ചിമ്പു ഇങ്ങോട്ടേക്ക് വരുള്ളൂ. നമ്മുടെ ചിമ്പൂട്ടെന്താ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഇടയ്ക്ക് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഓടും. കിടന്നിട്ട് അവരെന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ചിമ്പുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയില്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുക ആള്. ഇന്ന് എനിക്ക് നല്ല നമ്മുടെ നാടൻ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞോടാ. ഇന്ന് കടയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചക്ക കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. ഇതേപോലത്തെ 4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക നിങ്ങളെയും കൂടിയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലൊക്കെ ആയിരുന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൊടുന്ന് വെച്ചിട്ട് കൈ തട്ടാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പക്ഷേ മഴ പെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയ്ക്ക് മധുരം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ നാട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണല്ലോ. എനിക്ക് തോന്നുന്നു ചക്കയൊക്കെ നാട്ടിൽ തീരാറായിട്ടുണ്ടാവും. എന്നാലും ഉള്ള ചക്കയ്ക്കും ചിലപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ചിലപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിലപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ നല്ല മധുരമുള്ള ചക്ക കിട്ടിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എപ്പോഴും ചക്കയൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കടയിൽ വരും. അപ്പോൾ വരുമ്പോൾ ഞാൻ വാങ്ങും. ഇവിടെ പിള്ളേർക്കായിരുന്നാലും നല്ല ഇഷ്ടമാണ് ചക്ക. നീനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീനയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അലീനയ്ക്കും ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം മറ്റവർക്ക് 2 പേർക്കാന്ന് തോന്നണം. ഇതിങ്ങനെ പീസായിട്ട് അവർ കടയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ളായിട്ടുള്ള ചക്കയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പീസായിട്ടുള്ള കട്ട് ചെയ്താണ് വാങ്ങിച്ചത്. എന്നിട്ട് അവരെ ഇതുമ്മ ഈ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റുന്നുള്ളത് എല്ലാവരും മഞ്ഞ കളർ തന്നെയാണ്. ഇതിന് കുറച്ച് കളർ വ്യത്യാസമുണ്ട്. ചില സമയത്ത് മറ്റേ ആ ചുമന്ന ചക്ക ഉണ്ടല്ലോ, അത് കിട്ടുമ്പോഴേക്കാണ് നിങ്ങളതിനെ കാണിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് ആ കളറുള്ള ചക്ക കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഇതിന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചെന്ന് പറയില്ലേ,
അതിന് നല്ല സൂപ്പർ മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇതേപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതിൽ ഞാൻ നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് ഒരു 4 പീസ് ഞാൻ എടുത്തു. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ അവിടെ വേറെ മറ്റേ ദുരൈൻ എന്ന് പറഞ്ഞ ദുരൈന അങ്ങനെ പറഞ്ഞിട്ട് ഒരു ചക്കില്ലേ ചൈനയിൽ നിന്ന് വരുന്നത്, ആ ചക്ക അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വാങ്ങാൻ തിരിച്ചിരുന്നു. കുറച്ചുണ്ടായിരുന്നുള്ളൂ, 3-4 ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വില, അത്രയ്ക്ക് വില ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല ആ കടയിൽ. ഇടയ്ക്ക് പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ വെച്ചിട്ട് ചെന്നു. അപ്പോൾ കുഞ്ഞിതാ അതിന് എനിക്ക് തോന്നുന്നു $85 കണ്ടിട്ട് വെച്ചിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചക്കര ഉണ്ടല്ലോ പകുതി ഉണ്ടാവുള്ളൂ, ചെറുതാ. അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ചോളയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആ ചക്ക ഇന്നവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങാൻ വെച്ചിട്ട് എന്താ, പക്ഷേ വില കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വാങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നു. അത് ഭയങ്കര വില അതിന്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ആ ചക്ക ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നാളെ ഒരു ദിവസം ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അങ്ങോട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഭയങ്കര വില, അത്രയ്ക്ക് വിലയുള്ള ഫ്രൂട്ട് അവിടെ ഇല്ല. ആ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ വില, ഭയങ്കര വില. എനിക്ക് ആ കടയിലുള്ളതിൽ ഉള്ള സാധനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണെന്ന് തോന്നുന്നത്. അത് വാങ്ങിച്ചില്ല. ഇനി എന്തെങ്കിലും നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കും. എനിക്ക് തോന്നുന്നു ആ ഫ്രൂട്ട് എൻ്റെ പേരുന്നുണ്ട് ഡുറൈന. അത് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിലൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അതിന് ഈ ചക്കേനേക്കാളും ഭയങ്കര മണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ചക്കയുടെയൊക്കെ പോലെയൊക്കെ ഒരു ടേസ്റ്റാന്ന് തോന്നുന്നത്. എനിക്ക് ആരോ എൻ്റെ അടുത്ത് കഴിച്ച ആരോ നീയും തോന്നും ഒരിക്കൽ കഴിച്ചിട്ട് ആരോ എൻ്റെ അടുത്ത് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചക്കേനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക. അപ്പോൾ ഇപ്പോൾ പോയിട്ട് ഞാൻ നമ്മുടെ കോഴികളെ കഴിച്ചിട്ടിട്ട് ആസ്പിൻ അവിടെ നടക്കുന്നുണ്ട് കോഴികളുടെ പിന്നാലെ. ഇപ്പോൾ നമ്മൾ കോഴീനേക്ക് നമ്മൾ അയച്ചിരുന്നത് കുറച്ച് ലേറ്റായിട്ട് അയച്ചിടാം. പക്ഷേ അവന് അത്ര നേരം വരെ അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അയച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പു അവിടെ നിന്നാണെങ്കിൽ ചിമ്പു അവിടെ തന്നെ നിൽക്കും. ചിമ്പു പകലൊന്നും അവിടെ നിന്ന് പോരില്ല. അവിടെ നമ്മളൊരു മരത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അവിടെയാണ് അവൻ കിടന്നുറങ്ങുക. പകലൊക്കെ അവിടെ കിടന്നുറങ്ങും. പകല ഒരു സ്ഥലത്തേക്കും പോയില്ല. ഈ കോഴികളേനെ താറാവിനെ അയച്ചിടുമ്പോൾ മാത്രമേ അവിടെ നിന്ന് നീങ്ങുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് അവൻ്റെ ഇരിക്കും. അവരെ അയച്ചിട്ട് കഴിഞ്ഞാൽ അവന് വലിയ ഇഷ്ടമാണ് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി. അവിടെ ആസ്പിൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആസ്പിന് ചിമ്പുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മീച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആസ്പിനും ചിമ്പുവിനും അവർക്ക് രണ്ടുപേർ കൂടിയിട്ട് കളിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു നേരം പോകാം. പക്ഷേ ആസ്പിൻ സാധാരണ വല്ല പൂച്ചകളൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓടിക്കാറുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ. പക്ഷേ ആസ്പിന് ഇവരെ കണ്ടിട്ട് ഓടിക്കണമില്ല, പക്ഷേ ഒരു മൈൻഡും ഇല്ല അതിനെ കണ്ടിട്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടില്ല. ഇത് മുഴുവനും ഇതെനിക്ക് ഇതിൻ്റെ ചുള എല്ലാവരും പറിച്ചെടുക്കണം. ശരിക്കും എനിക്ക് തോന്നുന്നു ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ ചുള പറിച്ചെടുത്തില്ല. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പണിയുള്ള. ഇതെന്തായാലും ചുള പറിക്കുന്ന മുഴുവൻ നിങ്ങളെ കാണിക്കില്ല. ഇത് മൂന്നിന് ഞാൻ ഓരോ ചുളയെടുത്ത് കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ അതിൻ്റെ ടേസ്റ്റ് പറയട്ടെ. എനിക്കത് നല്ല മധുരം ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ വേറെ ബോക്സിൽ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് കാണിക്കാൻ. ഇതുണ്ടല്ലോ, ഇത് ഡാലിയയുടെ കിഴങ്ങ് വാങ്ങിച്ചേക്കുന്നതാണ്. തുറന്നു നോക്കിയിട്ടില്ല. ഞാനൊന്ന് തുറന്നു നോക്കട്ടെ. നമ്മുടെ അവിടെ പുതിയ വീട് ഒരെണ്ണം പണിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ ഒരു തോട്ടം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഡാലിയയുടെ കിഴങ്ങ്. കാരണം ഞാനിവിടെ കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഇപ്പോൾ കടകളിലൊന്നും ഇല്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെ സീസണ് കഴിഞ്ഞു. കാരണം ഇത് തണുപ്പൊക്കെ മാറി ഇലകളൊക്കെ വരുന്ന സമയമുണ്ടല്ലോ, ആ സ്പ്രിങ്ങിൻ്റെ ആ സമയത്താണ് ഇത് സാധാരണ നടുക. അപ്പോൾ സാധാരണ ആ സമയത്താണ് നമ്മൾ കടകളിലേക്ക് ഈ സാധനം കൂടുതലായിട്ട് നമ്മൾ കാണാം. അപ്പോൾ നമ്മൾ 2-3 കടയിലേക്ക് ഞാൻ അന്വേഷിച്ചിട്ട് കടകളിലൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ ഇന്നലെ മിഞ്ഞാന്നാണ് ഇത് ഓർഡർ ചെയ്തത്, ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് ഇതിപ്പോൾ ഇപ്പോൾ വന്നുള്ളൂ. എങ്ങനെ ഉണ്ടെന്നറിയില്ല. ഇത് ഞാനിവിടെ ഹോം ഡിപ്പോ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചത്. ഹോം ഡിപ്പോ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മൾ അവരുടെ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. അവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ബോക്സിൽ 20 ബൾബാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ 40 ബൾബുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറേ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അവിടെ പുതിയ വീടിൻ്റെ അവിടെ 2 സൈഡിൽ അവിടെ പോസെന്നെ ഓൾറെഡി അവിടെ തോട്ടം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കളക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? അവിടെ കളിക്കുന്നുണ്ട് പോസെന്നെ. അപ്പോൾ അവിടെ തോട്ടം ഉണ്ടാക്കിയിട്ട് 2 സൈഡിലും നിറച്ചും ഡാലിയ വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡാലിയ വയ്ക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. കാരണം റോസൊക്കെ ആണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ
റോസ്മയൊന്നും എപ്പോഴും പൂവുണ്ടാവില്ലല്ലോ. ഒരു പ്രാവശ്യം പൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ പൂ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ചിമ്പുട്ടിനോട് കിടന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റോസ് കാണാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. പക്ഷേ പൂവായിട്ട് എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഡാലിയ അല്ലെങ്കിൽ സീനിയ. പിന്നെ ഡാലിയയുടെ ഒരു നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും നനച്ചില്ല എന്ന് വെച്ചാലും അത് അടിയിൽ കിഴങ്ങല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ പെട്ടെന്ന് വാടുകയും ചെയ്യില്ല. ഇപ്പോൾ ഈ സമ്മർ കഴിയുമ്പോൾ പൂ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഈ സമ്മർ കഴിയുന്നവരെ ആ പൂ നിൽക്കുകയും ചെയ്യും. പൂ കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ തോട്ടത്തിൽ ഞാൻ ഡാലിയ വാങ്ങിച്ചിരിക്കുന്നത്. ഡാലിയ അല്ലെങ്കിൽ സീനിയ. പക്ഷേ എനിക്ക് സീനിയപ്പൂവും ഇഷ്ടമാണ്. പക്ഷേ സീനിയപ്പൂവിനേക്കാളും കുറച്ചും കൂടി എനിക്കിഷ്ടം ഡാലിയ. കാരണം കുറച്ചും കൂടി നല്ല ലെയർ കൂടുതലുള്ളത് ഡാലിയല്ലേ. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, നോക്കട്ടെ. എന്തായിരുന്നാലും ഇത് പൊട്ടിക്കണം. ഇവർ അതിനകത്ത് ഇങ്ങനെ ഒരു തരം ഇങ്ങനെ ഒരു മരത്തിൻ്റെ പൊടി പോലെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് നടുമ്പോൾ നിങ്ങളതിനെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒരെണ്ണത്തിൽ 3 ബോക്സാണ്, 3 പാക്കറ്റായിട്ടാണ് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിൽ 20 ബൾബുണ്ട്, പല കളറുണ്ട്, മിക്സഡ് കളറുണ്ട്. അപ്പോൾ ഇനി ഇത് ഈ വർഷം തന്നെ പൂ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. നട്ട് കഴിഞ്ഞിട്ട് പൂ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാം. നമ്മുടെ നടുവിലെ ഡാലിയ തോട്ടം ഉണ്ടല്ലോ, അവിടെ ചില ഡാലിയമ്മയ്ക്ക് പൂവ് വിരിഞ്ഞിട്ടുണ്ട്, ചിലതിലേക്ക് മുട്ട് ആയി വരുന്നുണ്ട്. ഒരു ബോക്സ് കൂടി ഉണ്ട്, 2 ബോക്സ് ഉണ്ട്. ഒരു പ്രായം. അപ്പം ഇനി എന്തായിരുന്നാലും നമ്മുടെ ചക്കയൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ചക്കയുടെ മണം കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചക്ക കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നില്ലല്ലോ. പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തു. അത് ഇതത്രയ്ക്ക് വലുതായിരുന്നില്ല, ഇതേപോലത്തെ ഒരു പീസായിരുന്നു. ഇത് 2 ശരിക്കും നമ്മുടെ ഒരു ചക്കയുടെ പപ്പാതി. എൻ്റെ അടുത്ത് നീയ തന്ന നല്ല മൂർച്ചകൾ കത്തിയിട്ട് ആ കത്തി ഞാൻ എടുക്കാണ്ടിരുന്ന, കാരണം അത് ഞാൻ ചിലപ്പോൾ കുഞ്ഞില്ല. ഇത് നമ്മുടെ ഈ ബ്രെഡൊക്കെ കട്ട് ചെയ്യുന്ന പോലത്തെ കത്തിയിട്ടുണ്ടോ, ആ കത്തി ഇത് ഞാൻ അധികം എടുക്കാറില്ല. ഇത് നല്ല മൂർച്ചകൾ കത്തിയില്ല. ചക്ക കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചക്ക കുറുമ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കട്ട് ചെയ്തേ. നല്ല സൂപ്പർ ചക്കയുടെ ഇതിന് ഈ പൂഞ്ഞയുണ്ടല്ലോ, അത് ഭയങ്കര കനം കുറവാണ്. നാട്ടിലൊക്കെ ഈ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോഴും ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ കുറച്ച് ദിവസത്തേക്ക് പോകുമ്പോഴേ ചക്ക കിട്ടിയാലും നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള നേരമൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ നമുക്ക് ഇവിടെ ചക്ക കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മണമുണ്ട്, അങ്ങനെ ഭയങ്കര വലിയ മണമൊന്നുമില്ല, പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടോ. എനിക്കവിടെ നാട്ടിലായിരുന്നാലും ഇപ്പോൾ ചക്കയൊക്കെ എപ്പോഴും നല്ല ചക്ക എപ്പോഴും നല്ല മധുരമുണ്ട്. പക്ഷേ മഴ പെയ്യുമ്പോഴാണല്ലോ ചക്കയുടെ മധുരം കൊണ്ട്. നല്ല ഉറപ്പുള്ള ചോളയായിട്ട് കഴിച്ചോട്ടെ, ആർക്കും കൊതി വരില്ലാത്തോടും. അത്രയും മധുരമില്ല. ഞാൻ അവിടെ കുണപ്പ് നേരം കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഭയങ്കര മധുരമായിരുന്നു. പക്ഷെ ഇത് എനിക്ക് തോന്നും ഒന്നുകൂടി പഴുക്കാനുണ്ട്. ഇതിനും മധുരമുണ്ട്, പക്ഷെ അത്രയ്ക്ക് മധുരമില്ല. ഞാൻ ഇവിടെ എപ്പോൾ ചക്ക വാങ്ങിച്ചാലും നല്ല മധുരം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ചക്കയ്ക്ക് മധുരം കുറവാണ്. എനിക്കാണോ അത് പഴുക്കണ്ടെന്ന് തോന്നുന്നു, പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നു ശരിക്കും. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാം പഴുക്കാണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കണ്ടിട്ട് ആ ചക്കയുടെ പോലെ ഇതിൻ്റെ കളറിന് ചെറിയ വ്യത്യാസം നോക്കി നോക്കട്ടെ. ഇതൊന്നേ പഴുപ്പണ്ടായിട്ടില്ല. ഇതിന്
നല്ല മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മധുരം ഉണ്ട് ഇതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട്. ഇതിന് അത്യാവശ്യം നല്ലൊരു മഞ്ഞ കളറാണ്. ഇതിൻ്റെ കളറ് ഒരു റെഡിഷ് കളറാണ്. ഈ ചക്കയുടെ വിശേഷം ഞാൻ കൂടുതലും പറയുന്നില്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചക്കയെല്ലാവരും ചോളയാക്കട്ടെ കേട്ടോ. ഇത് ചോളയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും. നമ്മൾ ആദ്യമായിട്ടാട്ടാ കാണുന്നത് ചിമ്പും ആസ്പിനും കൂടിയിട്ട് നിൽക്കണത്. ആസ്പിൻ പോണു. ആസ്പിനൊന്നും വേണ്ടിയില്ല. ചിമ്പു അത് കൂടെ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഒരു മൈൻഡില്ല. അതെ ചിമ്പൂട്ടൻ ഓടണം. നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ. ആസ്പിൻ ഇങ്ങനെ നോക്കി പോണത് മാത്രമേ കാണാറുള്ളൂ. അവിടെ കിടന്നിട്ട് ഉരുളുന്നുണ്ട്. അവൻ്റെ വേഷം കെട്ടുകൾ ചിമ്പുവിനെ കാണിച്ചു കൊടുക്കുന്നതാണ്. ചിമ്പു അവിടെ ചട്ടിയുടെ പുറത്ത് ബാക്കിൽ നിൽക്കണുണ്ട് കേട്ടോ. ചിമ്പു ആസ്പിൻ പക്ഷെ ഒന്നും ചെയ്യില്ല. കളിക്കണു രണ്ടുപേരും കൂടിയിട്ട്. അയ്യോ അയ്യോ അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഡെക്കിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അയ്യോ. അപ്പോൾ ഇതാട്ടെ നമ്മുടെ ചക്ക. ഈ ചക്കയ്ക്ക് നല്ല കളറുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ചിമ്പുട്ടൻ നീനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്ല ചിമ്പുട്ടനല്ല, ആസ്പിൻ നീനയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചിമ്പുവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നീന. ചിമ്പു ചിമ്പു അധികം പഴുത്തിട്ടില്ല. ഇതിന് ചുളക്ക് എന്ത് വലുപ്പ. വെള്ളാർച്ചക്കയെന്ന് പറയാം. ആസ്പിൻ ചിമ്പുവിനെ കണ്ടിട്ട് തീരെ ഒരനക്കല്ല അവനെ കണ്ടിട്ട്. ഈ മോഡല് കളയണ്ടല്ലേ പോൾസട്ടെ? കമ്പോസ്റ്റാ കണ്ടല്ലേ? ഓരോരോ കോഴികളായിട്ട് വരുന്നുണ്ടില്ലേ? ചിമ്പു